ഹലോ ഫ്രണ്ട്സ്, മെറാക്കിൽ ഇന്നത്തെ വീഡിയോ നമുക്ക് കഴിഞ്ഞ വീഡിയോസ് ഒക്കെ പോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പും വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബ്ലൗസിന്റെ റെഡിമെയ്ഡ് ബ്ലൗസിന്റെ വീഡിയോ ആണ്. വ്യത്യസ്ത തരം മെറ്റീരിയലില് വ്യത്യസ്ത ഡിസൈനില് പ്രിന്റഡ് ആണ് നമ്മൾ ഏകദേശം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പൊ വ്യത്യസ്ത തരം മെറ്റീരിയലും ആയിരിക്കും, പ്രിന്റുകളൊക്കെ വ്യത്യസ്തരും, അതുപോലെ കളർ ഷെയ്ഡും വ്യത്യസ്തമായിരിക്കും. ഫസ്റ്റ് മെറ്റീരിയൽ വരുന്നത് കളറ് ബ്ലാക്കിൽ വന്നിട്ട് ഹക്കോബയാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത്. സ്ലീവില് ലൈനിങ് അറ്റാച്ച് ചെയ്യാതെ സ്ലീവ് നമ്മൾ ഈ ഒരു മെറ്റീരിയലിൽ മാത്രം സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ഇങ്ങനെ സിബാണ് വരുന്നത്. പ്രിൻസസ് ആണ് പാറ്റേൺ, റൗണ്ട് നെക്ക് ആണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് കോട്ടണിലാണ്. നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ്. ഇതിൽ സ്ട്രൈപ്പ് ഡിസൈൻ വരുന്നത് വ്യത്യസ്തമായ ഡിസൈൻ ആണ്. നെക്സ്റ്റ് വരുന്നത് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ്, പ്രിന്റഡ് ആയിട്ടുള്ള ഇക്കത്ത് പ്രിന്റോട് കൂടിയിട്ടുള്ള ഏകദേശം ഇക്കത്ത് പ്രിന്റിനോട് യോജിച്ച് നിൽക്കുന്ന മെറ്റീരിയൽ ആണ്. നെക്സ്റ്റ് വരുന്നത് കോട്ടണില് ഇതുപോലെ പ്രിന്റ് ഷെയ്ഡ്. നെക്ക് വരുന്നത് സ്ക്വയർ വി. നെക്സ്റ്റ് കോട്ടണില് പ്രിന്റ് ഷെയ്ഡാണ് വരുന്നത്, ഒരു മെറൂണും അതേപോലെ അതിൽ വരുന്ന ഒരു ഫ്ലോറിലൊക്കെയാണ്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് മെറൂണിൽ അജ്രക് പ്രിന്റോട് കൂടിയാണ്. ഇതിൽ നമ്മൾ പാഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പാഡ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതിന് വ്യത്യസ്തമായ റേറ്റ് ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് അജ്രക്കിൽ തന്നെ മെറൂണിൽ വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിന്റോട് കൂടിയാണ്. ബാക്കിൽ ഡോറി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഒരു സിൽക്ക് മെറ്റീരിയലിലാണ്. ഇങ്ങനെ ഒരു ബ്ലാക്കില് ഈ ഒരു ബാന്തിനിയുടെ പ്രിന്റ് ആണ് ഏകദേശം വരുന്നത് ഇതില്. നെക്സ്റ്റ് വരുന്നത് ബ്രൊക്കേഡില് റെഡ് കളറാണ്. മെറ്റീരിയൽ ഒക്കെ സെയിം ആണ്. നെക്സ്റ്റ് വരുന്നത് കോട്ടൺ പ്രിന്റ്. നെക്സ്റ്റ് കോട്ടണിലാണ് വരുന്നത്. ഇതും കോട്ടൺ പ്രിന്റോട് കൂടിയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. നെക്സ്റ്റ് ഇക്കത്ത് പ്രിന്റ് ബ്ലാക്കില്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് താല്പര്യപ്പെടുകയാണെങ്കിൽ വീഡിയോയിൽ 2 നമ്പർ കൊടുക്കേണ്ട, ഇതിൽ സ്ക്രീൻഷോട്ട് എടുത്താണ് പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ പേയ്മെന്റ് ഓപ്ഷൻ ഗൂഗിൾ പേ, നെറ്റ് ബാങ്കിങ് ആണ്. കൊറിയർ വന DTDC പോസ്റ്റിലാണ്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കൊറിയർ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യാം.